അല്ല അഞ്ജലി, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അതായത് അഞ്ജലി പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ കോപ്പിംഗ് മെത്തേഡ്സ് ആണെന്ന്. അഞ്ജലിന്റെ കോപ്പിംഗ് മെത്തേഡ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ? സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്ട്രെസ് ബസ്റ്റർ തീറ്റ. രണ്ടാമത്തെ സ്ട്രെസ് ബസ്റ്റർ റൂം വൃത്തിയാക്കുക. പിന്നെയും കേടാക്കാം. സ്ട്രെസ് ബസ്റ്റർ അടുക്കള വൃത്തിയാക്കുക. അത് വൃത്തിയാക്കുമ്പോ തന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് തമാശ കേട്ടോ, നമ്മള് കണ്ടുപിടിക്കുക നമ്മുടെ പ്രോബ്ലം എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ എന്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ കമ്പാരിസൺ തന്നെയായിരുന്നു എന്റെ പ്രോബ്ലം. ലൈക്ക് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ലൈക്ക് ഒത്തിരി എനിക്കൊരു എന്താ പറയാ, ഞാൻ വിചാരിക്കുന്ന ഒരു ഗ്രോത്തിൽ എത്താൻ പറ്റാതെ പോവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എന്റേത്. പക്ഷെ അത് ഞാൻ തന്നെ മനസ്സിലാക്കി, എനിക്ക് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്റെ ആ ഒരു ഇത് പോയി. ലൈക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളിപ്പോ മൂന്നാറൊക്കെ പോയി കഴിയുമ്പോഴേ നമ്മൾ അവിടെ ഇങ്ങനെ ഈ കർഷകരെ കാണില്ലേ, അവരുടെ ഫാമിലി ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ നാളെ തൊട്ട് അവർ വിചാരിക്കുക, എനിക്കൊന്നും വേണ്ട, എനിക്ക് വലിയ ബംഗ്ലാവൊക്കെ പണിത് എനിക്ക് ഭയങ്കരമായിട്ട് 2 കാറൊക്കെ ആയിട്ട് ജീവിച്ചാലേ എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ആ പോയിന്റിൽ വെച്ച് അവരുടെ മനസ്സമാധാനം പോകും. മനസ്സിലായോ? അതായത് എക്സ്പെക്ടേഷൻസ് ആർ ദ തീവ്സ് ഓഫ് ജോയ് എന്നാ പറയാറ്. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലൈഫിന് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്ന നമ്മൾ ഫർദർ പുഷ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ അത് വേറെ രീതിയിൽ നമുക്ക് മോശമാണ്. ലൈക്ക് ഒന്നിനെയും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് ഇപ്പൊ എന്റെ ലൈഫിലുണ്ടായിരുന്ന ചെറിയ ചെറിയ സക്സസ് പോലും എനിക്ക് സക്സസ് ആയി കാണാൻ പറ്റാത്തൊരവസ്ഥ. അത് അപ്പൊ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല ലൈഫില്. വി വിൽ ഫീൽ ലൈക്ക് അട്ടർ ഫെയിലിയർ. മനസ്സിലായോ? അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള അത് തന്നെയാണ്, എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഈ ഗ്രോത്ത്, ഈ കമ്പാരിസൺ ഭയങ്കര പ്രശ്നം. ചില സമയം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യം, ഞാൻ 2 years ആയി മോഡലിംഗ് ചെയ്യുന്നു. പക്ഷെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാളും എന്താ പറയാ പെട്ടെന്ന് മോഡലിംഗിൽ കയറി വന്നിട്ട് എന്നെക്കാട്ടും നല്ല നല്ല ബ്രാൻഡ്സുമായിട്ട് ചെയ്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ വിചാരിക്കും, ആ കൊച്ചു എന്നെക്കാട്ടും ലേറ്റ് ആയി വന്നിട്ട് വലിയ വലിയ ബ്രാൻഡ്സിന്റെ കൂടെയൊക്കെയാണോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ച് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ചിന്ത നാശമായിരുന്നു. അന്നൊട്ട് എന്റെ നാശമായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്, ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ 2 വർഷം കൊണ്ട് ഇവിടെ വരെ നമ്മൾ എത്തി, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. പിന്നെ ഓരോരുത്തർക്കും ജേർണീസ് ഡിഫറെന്റ് ആണ്. പിന്നെ ലക്ക് എന്ന് പറയുന്ന കാര്യം ഡിഫറെന്റ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്റ്റോറി ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതൊരു നാളെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവണം. അതെനിക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് തോന്നണം, ഓ അയ്യോ എനിക്ക് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഈ പുള്ളിക്കാർ ഇത്രയൊക്കെ ചെയ്തെത്തില്ല, എനിക്കും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടെന്ന് തോന്നണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഞാനിപ്പോ ഉള്ള ഒരു സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ.